ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ എല്ലാവരും വിചാരിക്കുന്ന ഒരു നമ്മൾ ഡെവലപ്മെന്റിനെതിരാന്നുള്ളതാണ്, വികസന വിരോധികൾ എന്നൊക്കെയുള്ള ഇത്. ഡ്രീം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആഗോള കാലാവസ്ഥാ പ്രസ്ഥാനത്തിൽ അഗ്രഗണ്യനായ ഒരു യുവശബ്ദമാണ്. പേര് ജോൺ പോൾ ജോസ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തന്നെ നേരിൽ കണ്ട് അതുമൂലം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രചോദനം ഉൾക്കൊണ്ട് മനുഷ്യ സമൂഹത്തിനെ ഭാവിയിൽ വരാൻ പോകുന്ന വൻ വിപത്തുകളിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാമെന്ന് ലോകത്തിന് തന്നെ ഒരു വഴികാട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ജോൺ. ഡൽഹിയിൽ ഇപ്പൊ താമസിക്കുന്ന ഒരാളുടെ ആയുസ് ശരാശരി 10 വർഷമൊക്കെ കുറയുന്നു. ഇപ്പം പ്രളയം ഉണ്ടായി, ആളുകൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ലെന്നാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആണേലും ആൾക്കാർ കൊടി പിടിക്കും. കുട്ടനാട്ടിലാണേലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കുട്ടനാട്ടുകാരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ വയനാട്ടിലാണേലും അത് വയനാടുകാരുടെ പ്രശ്നം, മുല്ലപ്പെരിയാറാണ് അത് അവരുടെ പ്രശ്നം. ഇപ്പൊ നമുക്കൊരു ഒത്തൊരുമ കുറവാണ്. നയപരമായ ഉൾക്കാഴ്ച, കാലാവസ്ഥ നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ കാഴ്ചപ്പാട് എന്നീ ഗുണങ്ങൾ ജോണിനെ ലോകത്തിന്റെ തന്നെ മികച്ച യുവ പ്രകൃതി സംരക്ഷകരിൽ ഒരാളാക്കി തീർക്കുന്നു. ഏത് സ്കൂളിലും ഇന്നത്തെ കാലത്ത് നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ പോയി, അതൊക്കെ വലിയ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ടൂറിസ്റ്റുകൾ വന്നാൽ പോലെ എന്താ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു? എന്തായാലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പരിസ്ഥിതിയെ ബഹുമാനിക്കണം. അത് കൃഷിക്കാരൊക്കെ ചെയ്യുന്നതാണ്. കാരണം കൃഷി ചെയ്യുന്നവരൊന്നും എന്നാ മണ്ണെടുത്ത് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും സഹിക്കത്തില്ല. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളെല്ലാം ഡൽഹിയിലിരിക്കുന്ന? എന്തുകൊണ്ടത് കേരളത്തിൽ വന്നുകൂടാ? കാരണം നമ്മൾ അമേരിക്കയെ പോലെ ആവണമെന്നല്ല, ആകണം അങ്ങനെയല്ല. പക്ഷെ നമ്മൾ കേരളത്തിനെ പോലെ ആവണം. കേരളം വികസിക്കണം, അങ്ങനെ ഒരു ഇത് വേണം. അവരെ പോലെ ആവാൻ നോക്കിയാൽ നടക്കത്തില്ല. അവനെ കണ്ടുപഠിക്കുക, അല്ല അടുത്തിരിക്കുന്നതിനെ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ വികസിക്കാൻ നോക്കണം. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ജോണിന്റെ പ്രയത്നങ്ങളെക്കുറിച്ചും കേരളത്തിൽ നിന്നും യൂറോപ്പ് വരെയുള്ള ജോണിന്റെ ജീവിതയാത്രയെക്കുറിച്ചും അറിയാൻ നമുക്ക് സംഭാഷണത്തിലേക്ക് ചെല്ലാം. ഡ്രീം മലയാളം പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജോൺ പോൾ, ഡ്രീം മലയാളത്തിലേക്ക് സ്വാഗതം. വളരെ വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതിന്. ജോണിന്റെ നാട് എവിടെയാണ്? എന്റെ ഭാഗത്തുനിന്ന് വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു മലയാളം പോഡ്കാസ്റ്റില് ഇങ്ങനെ വരുന്നത്. എന്റെ നാട് പാലായാണ്, കോട്ടയം ജില്ല. പാലായിലാണോ? പറഞ്ഞു വരുമ്പോൾ ഞങ്ങളും പാലാക്കാരാണ്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് പാലായിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ മലബാറിലേക്ക് ചേക്കേറി. മെയിൻ പാലാ ടൗണിന്റെ അടുത്തായിരുന്നു അവർ പണ്ട്. ഞങ്ങളും ടൗണിലായിരുന്നു. പിന്നെ അവിടുന്ന് പ്രവിത്താനം അങ്ങോട്ട് പോയി, വേഴങ്ങാനം പ്രവിത്താനം ഏരിയയിലോട്ട്. ജോണിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനമ്മ, പിന്നെ ഞങ്ങള് 4 പേര് പിള്ളേര്. ജോണിന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? ഞങ്ങള് കൃഷിയാ, പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് കൃഷി. നമ്മള് പാലക്കാര് പൊതുവെ കൃഷിക്കാരാണ് പാരമ്പര്യമായിട്ട്. ശ്രോതാക്കൾക്ക് വേണ്ടി ജോൺ ഇപ്പോൾ എവിടെയാണെന്നൊന്ന് പറയാമോ? ഇപ്പൊ ഗ്രീസിലാണ്. ഇവിടെ ഒന്ന് തീസിസിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതൊരു ഫുഡ് സോവറിറ്റി എന്ന് പറയും. അതൊരു അക്കാഡമിക് കോൺസെപ്റ്റ് ആണ്. ആളുകൾക്ക് പിന്നെ അവരുടെ ലാൻഡ്, അതായത് അവരുടെ കൃഷിസ്ഥലം, പിന്നെ കൃഷി ചെയ്യാനുള്ള വിഭവങ്ങൾ, പിന്നെ അതിന് മൂല്യവർദ്ധിത ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കഴിവ്. അപ്പൊ അത് 3ഉം കൃഷിക്കാർക്കുണ്ടെങ്കിൽ അതൊരു നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രീസിലൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇവിടെ വാറ്റുന്ന ഒരിതുണ്ട് ഇവിടെ. അതായത് ഈ മുന്തിരി വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വാറ്റി ഇവരൊരു ഇതുണ്ടാക്കും. അതൊരു ആദ്യത്തെ വാറ്റിയെടുക്കുമ്പോൾ ഒരു 90% അതിനൊരു ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് അതിന്. പിന്നെ അതൊരു 40% വരെ വരും അത്. അതാണ് അവർ ക്വാളിറ്റി ആയിട്ടുള്ള എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു സാമൂഹിക ഇതും, പിന്നെ ഇതിലൊരു പണ്ടത്തെ ഒരു രീതിയാണിത്. പക്ഷെ ഇപ്പൊ ഒത്തിരി പുതിയ വലിയ കമ്പനികളൊക്കെ ഈ കള്ള് ബ്രാൻഡ് ചെയ്ത് അങ്ങനെ വിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു സ്റ്റഡി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിൻഡ് മില്ലുണ്ട്. അത് പണ്ട് ഒരു 100 വർഷം മുമ്പ് ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു വിൻഡ് മില്ല, ഈ വെള്ളം പമ്പ് ചെയ്യാൻ. അത് വെച്ചാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് ഉണ്ടാക്കിയതെന്ന് വെച്ചാല് ഈ പണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ മിസൈലിന്റെ ബാക്കി, പിന്നെ കപ്പലിന്റെ തുണി, പിന്നെ തടിക്കഷ്ണം, പിന്നെ വണ്ടിയുടെ എഞ്ചിൻ, അങ്ങനെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു 10,000-10,000-ഓളം വിൻഡ് മില്ലുകളുണ്ട് അവിടെ. എത്രയെന്നാ പറഞ്ഞേ?
10,000-നും 15,000-നും ഇടയ്ക്ക് ഇവർ ഉണ്ടാക്കി. ഓ വാവ്, ഇത് ഈ ഐലൻഡിൽ തന്നെയാണത്? ഇത് ഐലൻഡിലാ. എന്താണ് ഈ ഐലൻഡിന്റെ പേര്? ക്രീറ്റ് എന്ന് പറയും, ക്രീറ്റ്. ക്രേറ്റ്, ആ അത് കേട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ചരിത്രമുള്ള ഒരു ഐലൻഡാണ്. ഒരു 10,000-15,000 വർഷത്തെ ഇതുണ്ട്. നമ്മുടെ ഈ ഹാരപ്പ മോഹൻജദാരോ ഒക്കെ പോലെ ലോകം മുഴുവനും ട്രാവൽ ചെയ്തിട്ടുള്ളവരാണ്. ഗ്ലാഡിയേറ്ററുടെ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന ഇവിടുന്നാണ് ആൾക്കാര്. പിന്നെ ഈ പല രാജ്യങ്ങളിലോട്ട്, ഇന്ത്യയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവര്. കേരളത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ. ഈജിപ്തിലോട്ട് സ്ഥിരം പോവായിരുന്നു, മറ്റേ ഫറോയ്ക്ക് സമ്മാനമൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഈ പടങ്ങളിലൊക്കെ കാണാം. അപ്പോൾ വലിയ ആൾക്കാരാണ്, പക്ഷെ ഒത്തിരി അങ്ങനെ ആർക്കും അറിയത്തില്ല. പക്ഷെ വലിയൊരു സിവിലൈസേഷൻ ഇവരുടെ. പണ്ട് ഇവർക്ക് ഇത്ര ഇങ്ങനെ ക്രിയേറ്റീവ് ആയിരുന്നു പണ്ട് മുതലേ. ഇപ്പോൾ ഒത്തിരി നാൾ മുമ്പ് വലിയ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ വന്ന് ഇത് സിവിലൈസേഷൻ പോയായിരുന്നു. ഒരു പിന്നെയും അത് ഉണ്ടായി വന്നത്. പിന്നെയും ഓട്ടോമാൻ്റെ കീഴിലായിരുന്നു, പിന്നെ ഇറ്റാലിയൻസിന്റെ കീഴിലായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് ഇങ്ങനെ ഈ ഒരു മെന്റാലിറ്റി ഉണ്ട്, ഈ ഇന്നോവേഷൻ ഉള്ളത്. ഇപ്പം ഈ വിൻഡ്മില്ലെല്ലാം ഒത്തിരി പോയി, ഒരു 50-100 ഉള്ളൂ. കൂടുതൽ ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇത് മുഴുവനും. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഗവൺമെന്റ് ഒരു വിൻഡ് ടർബൈൻ കൊണ്ടുവരിക ഈ മലയുടെ മേളിലായിട്ട്. അപ്പൊ അത് ഒരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സ്ഥലങ്ങള്. പിന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട് ഇവിടെ, അതിന്റെ ഭാഗമാണ് ഇവർ ഈ പറയുന്ന കുന്നിന്റെ മേളിലാണ് ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം. പിന്നെ ഈ മറ്റേ ആടിനെ വളർത്തുന്നവരുണ്ട്, അപ്പോൾ ഈ ആടിനെ മേയ്ക്കുന്നതല്ലേ കുന്നിന്റെ മേളിലാണ്. അപ്പോൾ ഇത് വരണ്ടാന്ന് തന്നെ എല്ലാവർക്കും തീരുമാനം. പക്ഷെ ഇത് വന്നില്ലെങ്കിൽ ഒരു സൊല്യൂഷൻ വേണം. ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഒരു പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ പഴയ വിൻഡ് മില്ല് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത് വെച്ച് കറണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു 100 50 10,000 എത്ര എണ്ണം വേണം ഇവിടെ തുടങ്ങാം. കാരണം ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇവിടുത്തുകാരാന്ന് പറയും, ആരെങ്കിലും പറയുമ്പോൾ ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഒരു സാധനമാണ് വിൻഡ് മില്ല് എന്ന് പറയുന്നത്. ഒരു ടൂറിസത്തിന്റെ മോട്ടോ തന്നെയാണ് ഈ സാധനം. അപ്പൊ അങ്ങനെ ഇപ്പൊ ആ ഒരു ട്രഡീഷനെ പുതിയ ഒരു മോഡേൺ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നതാണ് പ്രൊജക്ട്. ഒന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഇതിനൊരു സാമൂഹികമായിട്ട് ഇതിനൊരു അക്സെപ്റ്റൻസ് വേണം, ഇതിന് ആൾക്കാർ അംഗീകരിക്കണം. നാളെ ഒരു വാർഷിപ്പ് വരെ ഇവർക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇവർ പറയുന്ന ഇങ്ങനത്തെ ട്രഡീഷൻ എന്ന് പറയുന്ന ഇവർ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ഉള്ള കഴിവാണ് ഇവരുടെ ട്രഡീഷൻ. ഇപ്പോൾ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു എനർജി ട്രാൻസിഷൻ പ്രോജക്റ്റ് എന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഇത് നടന്നു വരുന്നു. ജോൺ ഇതിൽ എങ്ങനെ എത്തിച്ചേർന്നു? ഇത് യൂണിവേഴ്സിറ്റി വരെ എത്തിയത്. അപ്പൊ ഞാനിവിടെ ബെൽജിയത്തിലാണ് പഠിക്കുന്നത്. ഒരു രണ്ടാമത്തെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുക KU ലുവനില്, ബെൽജിയത്തില്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റില്. അപ്പൊ ഈ വർഷത്തെ തീസിസ് ചെയ്യുന്ന വർഷമാണിത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വന്ന ഒരു ടോപ്പിക്കാണിത്. ഇവിടെ ഗവർണൻസ് ഓഫ് കോമൺസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ അന്റാർട്ടിക്കയൊക്കെ പോലെ ഇങ്ങനെ ഈ കോമൺ ലാൻഡുകളുണ്ട് ഇവിടെ. ചെറിയൊരു ലോക്കൽ ഇതെടുത്താൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കുളമൊക്കെ പോലെ തന്നെ, പഞ്ചായത്ത് കുളമായ കുളങ്ങളൊക്കെ പോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോഴേലും പോവാം. അപ്പൊ അങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ. അപ്പൊ അവിടെ ആര് അത് കൺട്രോൾ ചെയ്യണം, ആരവിടുത്തെ തീരുമാനങ്ങൾ എടുക്കണം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ടോപ്പിക് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ഇതിലെത്തിപ്പെട്ടതാണ്. അടിപൊളി. അപ്പോൾ ബെൽജിയം KLUN യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള ആ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? ഒന്ന്, കൃഷിയിലുള്ള പാരമ്പര്യം തന്നെ. കാരണം വീട്ടില് ഉണ്ടായപ്പോ തൊട്ട് ഞങ്ങളൊരു മലയുടെ മേളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് നടന്നാണ് സ്കൂളിലൊക്കെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അതായത് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ വീട്ടില് ഇങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കാണുന്നത് മുഴുവനും ഈ നമ്മുടെ നാട്ടിലെ മലകളും കുന്നുകളും, നല്ല അടിപൊളി 2-3 വെള്ളച്ചാട്ടമൊക്കെ കടന്ന സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തൊട്ട് ഇന്നും അതെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണ്. അപ്പൊ അങ്ങനെ പിന്നെ കൃഷിയും ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇനി ഉണ്ടാക്കി എടുക്കുമ്പോഴും, പിന്നെ ഈ ക്രോസ് പോളിനേറ്റ് ചെയ്ത് പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അന്ന് തന്നെ. ഓരോ പുതിയ മുളകാണേലും പിന്നെ കപ്പളങ്ങയൊക്കെ ആണേലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രകൃതിയോടും. പിന്നെ ഓരോ ഇപ്പൊ 8 കാലി ആണേലും അതിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന രസമാണ് കാണാന്. ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ പഠിക്കുന്നതിനൊപ്പം തന്നെ ഒത്തിരി വായിക്കുമായിരുന്നു. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുമില്ലേ ഈ സാധനമൊക്കെ മേടിച്ച്, അപ്പൊ അതുവരെ ഇരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ
ഈ സാധനം പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറുകൾ അങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാം വായിക്കും. അപ്പൊ എന്നിട്ട് ഇങ്ങനെ നോട്ടൊക്കെ എഴുതുമായിരുന്നു പത്രം വായിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഈ വായിക്കുന്നതിനിടയ്ക്കാണ് ഇവിടെ സ്കൂളിൽ ഇതിനെപ്പറ്റിയൊന്നും പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, കാലാവസ്ഥാ വ്യതിയാനമോ അങ്ങനെയൊന്നും. അപ്പൊ അങ്ങനെ ഈ വായിച്ച് വായിച്ച് ഇങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റ് ഇതിൽ വന്നതാണ്. പിന്നെ അതിന് മുമ്പ് തന്നെ ഈ ഒരു, കാരണം ഇന്ത്യയിലാകുമ്പോൾ ഒത്തിരി സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുകയും ന്യൂസിലൊക്കെ കാണുകയും ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി എന്നെ ഭയങ്കര ബോധേഡായിരുന്നു അതിനെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അങ്ങനെ കുറച്ച് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാണ് ഈ അതിനേക്കാളും ഒക്കെ മേളിൽ ഉള്ള സംഭവമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് മനസ്സിലായത്. കാരണം അത് കാലാവസ്ഥ മാറി വരുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊരു സേഫ്റ്റി നെറ്റ് കുറഞ്ഞു വരും. നമുക്ക് എവിടെയാണേലും ഇപ്പം ഇവിടെ ഒരു പ്രശ്നം, സാമൂഹിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് മാറി താമസിക്കാന്ന് വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. പിന്നെ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഇത് മാത്രമേ അറിയത്തുള്ളൂ. കാരണം വേറെ നമ്മൾ പഠിക്കുന്ന അറിവ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കൃഷിയാണ് നമ്മുടെ മെയിൻ താല്പര്യം പരിപാടിയൊക്കെ. അപ്പോൾ അതില് ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഭാവിയിൽ വരുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണാം ഈ മലയൊക്കെ ഇടിച്ച് നിരത്തുന്നതും. അതായത് ഇപ്പം സയന്റിഫിക്കലി നോക്കുവാണെങ്കിൽ ഇതൊന്നും ഭയങ്കര അശാസ്ത്രീയമായിട്ടാണ് ഇത് മുഴുവൻ നടക്കുന്നത്. കാരണം നമ്മളവർക്ക് ഇവരെല്ലാം ചെയ്യുന്നുണ്ട്, നാട്ടിൽ വികസനം വരും എന്നൊക്കെ. പക്ഷെ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇതൊന്നും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഭയങ്കരമായിട്ട് വരും എന്നൊക്കെ. കാരണം ഇപ്പം വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടി വരും. ഇപ്പൊ മഴ വരുമ്പോ പേടി വരും. കാരണം എപ്പോഴാ വെള്ളപ്പൊക്കം വരുന്ന, മണ്ണിടിച്ചില് വരുന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഓർത്തിരിക്കാൻ പറ്റിയ ആദ്യത്തെ പടി അല്ലെങ്കിൽ വഴിത്തിരിവായിട്ട് തോന്നിയ ഏതെങ്കിലും സംഭവം ഉണ്ടോ? ആദ്യത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും മരന്നടിയിൽ നിന്നൊക്കെ ആയിരുന്നു. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചത് കണ്ണൂരാണ്, ബോർഡിംഗ് സ്കൂളിൽ. കണ്ണൂരാണോ പഠിച്ചത്? ആ, ഏത് സ്കൂളിലാ? അവിടെ മേരിഗിരി എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, മേരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂള്. കണ്ണൂര് ശ്രീകണ്ഠാപുരം എന്ന് പറയും, തളിപ്പറമ്പൊക്കെ കഴിഞ്ഞു. ഞാനത് എനിക്ക് തോന്നി എന്തോ ഞാൻ ഈ വായിച്ചതാണോ ശ്രീകണ്ഠാപുരം എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഇച്ചാച്ചൻ പാലായിൽ നിന്ന് ഞങ്ങൾ മൂവ് ചെയ്തത്, അതായത് അവര് ചേക്കേറിയത് നെടുവാലൂർ, തളിപ്പറമ്പ് ആ, ശ്രീകണ്ഠാപുരത്തിന് ഇടയ്ക്കുള്ള സ്ഥലം. നെടുവാലൂർ അറിയാം. ആ, അറിയാല്ലേ? ആ, ശ്രീകണ്ഠാപുരം പണ്ട് ഞങ്ങള് കസിൻസും അങ്കിൾമാരൊക്കെ ആയിട്ട് നെടുവാലൂർ നടന്ന് സിനിമ കാണാൻ രാത്രി പോയിട്ട് തിരിച്ച് നടന്നു വരുന്നത്. കാരണം അന്ന് 9 മണി കഴിഞ്ഞ് ബസ്സില്ലായിരുന്നു അന്ന്. ആ, ശ്രീകണ്ഠാപുരത്താ പഠിച്ചത് അല്ലേ? അടിപൊളി. ആ. അപ്പൊ അവിടെ ഇപ്പൊ എല്ലാ ജൂൺ 5-ാം തീയതിയും ഇതുണ്ട്, പരിസ്ഥിതി ദിനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇപ്പൊ 15 സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ഉള്ളപ്പോ, അല്ല അത് കഴിഞ്ഞ് വരുന്ന ഓണത്തിനൊക്കെ നാട്ടിൽ പോകുമ്പോ നമ്മൾ ഈ മരത്തൈയൊക്കെ കൊണ്ട് നാട്ടിലോട്ട് പോകും, കോട്ടയത്തോട്ട്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി നടും. കാരണം അങ്ങനെയാണ് കൂടുതൽ ഇങ്ങനെ തുടങ്ങുന്ന പരിപാടികൾ. പിന്നെ നമ്മൾ ഈ +2 ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മറ്റേ ഈ മീനച്ചിൽ നദീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പരിപാടികളുണ്ട് അവിടെ നാട്ടില്. അപ്പൊ അതില് മറ്റേ രാജേന്ദർ സിംഗിനെ അറിയില്ല, മറ്റേ രാജസ്ഥാനിലെ റിവർമാൻ ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പൊ പുള്ളി വന്നായിരുന്നു നാട്ടില്. അപ്പൊ പുള്ളിയെ പോയി കണ്ടു. പുള്ളിയുടെ പ്രസംഗം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയി അങ്ങനെ അങ്ങനെ തുടങ്ങി. പിന്നെ മംഗലാപുരത്താണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രീ ആയി, കാരണം സിറ്റിയിലാണ് താമസിക്കുന്ന, ഒത്തിരി പരിപാടികളുണ്ട്. അവിടെ ചെറിയൊരു സിവിക് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഏറ്റവും വഴിയുടെ അരികിൽ കൂടെ മരന്നടിയിലും പരിപാടിയും പിന്നെ സമരത്തിനൊക്കെ പോകലൊക്കെ തുടങ്ങി. അതിൽ മെയിൻ ഒരു സമരം എന്ന് പറഞ്ഞാൽ അവിടെ ഈ രത്തിന ഹോളെ പ്രൊജക്ട് എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. നേത്രാവതി നദി വഴി തിരിച്ചു വിട്ടിട്ട് മറ്റേ കോളാർ അങ്ങനെയുള്ള മേളിലോട്ടുള്ള ഏരിയയിലോട്ട് വെള്ളം എത്തിക്കാനുള്ള പരിപാടി. അതൊരു കാടിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരും. പിന്നെ ഇവിടെ വെള്ളത്തിന്റെ കുറവൊക്കെ വന്നെന്നൊക്കെ ഇരിക്കാം. അപ്പൊ അതിന്റെ ഒരു സമരമാണ് മെയിൻ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇതുവരെയുള്ള പരിസ്ഥിതി പ്രവർത്തന യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഇതിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന നമ്മൾ ഡെവലപ്മെന്റിനെതിരാന്നുള്ളതാണ്, വികസന വിരോധികൾ എന്നൊക്കെയുള്ള ഒരു ഇത്. ഞാനൊക്കെ കൂടുതൽ ഒരു ശാസ്ത്രീയമായിട്ട് അതിനെ നോക്കുന്ന. കാരണം നമുക്കിപ്പം മെട്രോ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒരു ടൂറിസം വേണമെങ്കിൽ വരാം. പക്ഷെ അതിനൊക്കെ ഓരോ രീതികളുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ടൂറിസം അല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ എല്ലാം വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് ഓരോ ഭൂഘടനകളുണ്ട്,
അങ്ങനെ ഓരോ വ്യത്യസ്ത ഇതുണ്ട്. പക്ഷെ ഇത് ഈ മൊത്തത്തിലൊരു ഒരു ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു ആൾക്കാരെന്ന രീതിയിലാണ് ഇവരെ മുഴുവൻ ഈ പരിസ്ഥിതിവാദികൾ എന്നൊക്കെ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു യു എസിലൊക്കെ നോക്കിയാൽ അറിയാം, യു എസിലും യൂറോപ്പിലും ഒക്കെ ഈ സയന്റിസ്റ്റുകളാണ് കൂടുതലും ഈ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നത്. കുറച്ച് വിവരമുള്ളവരാണ് ആക്ടിവിസ്റ്റുകളാകുന്നത്. അവരെ ട്രീ ഹഗേഴ്സ് എന്ന ലേബൽ കൊടുത്ത് സൈഡിലേക്ക് മാറ്റി നിർത്തും. അപ്പൊ അങ്ങനെയുള്ളവരാണ്. കാരണം അവർ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് വായിച്ച് നോക്കുമ്പോൾ ഓക്കെ, ഭാവിയിൽ ഇന്ന പ്രശ്നങ്ങൾ വരും, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയും. യൂഷ്വലി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ ഒരു പേപ്പർ എഴുതും, അല്ലെ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കും. ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ സമരമായിട്ട് മുമ്പോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ ഇപ്പൊ 2018 പ്രളയമാണെങ്കിൽ പോലും നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. കാരണം ഒരു രീതിയിൽ അത് കാലാവസ്ഥ കൊണ്ടുണ്ടായതാണ്. പക്ഷെ കൂടുതലും നമ്മളെങ്ങനെ ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു ലാൻഡ് എങ്ങനെ മാനേജ് ചെയ്യുന്നു അങ്ങനെയുള്ള രീതിയിൽ നിന്ന് കൂടുതലും വന്നതാണത്. കാരണം വെള്ളത്തിന് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല. മുഴുവനും സ്ഥലങ്ങൾ മുഴുവനും തോട്ടങ്ങളെല്ലാം ആയി, കാടുകളൊക്കെ വെട്ടി നിരത്തപ്പെട്ടു. കാരണം മലകളും മണ്ണും ഒന്നും വെള്ളം ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനെ വന്ന ഒരു പ്രശ്നം കൊണ്ട് ആണ് കൂടുതലും ഇത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടായത് നാട്ടിലൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒന്നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ മീഡിയയിലാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം എന്നും പറഞ്ഞ് എല്ലാം തള്ളിവിടും. ഇപ്പം പ്രളയം വന്നപ്പോൾ എല്ലാം മുഴുവനും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായതാണെന്നും പറഞ്ഞ് തള്ളി എല്ലാവരും അങ്ങനെയാണ് ഇത് വന്നത്. പക്ഷെ നാട്ടിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കൂടി അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമാണ്. ഇപ്പൊ പ്രായം കുറവായോണ്ട് ആരും ഇങ്ങനെ കേട്ടതൊന്നും വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ നമുക്ക് ഈ ഇപ്പം ഒരു രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നെ ഒരു സൈഡിൽ ഇത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ അതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന മൂവ്മെന്റിലും ഒരു ഭാഗമായിരുന്നു അല്ലേ? അത് 2018 ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഡൽഹി ചെന്ന പാടെ തന്നെ ഗ്രീൻ പീസിൽ വർക്ക് ചെയ്തായിരുന്നു അതിനു മുമ്പ്. അപ്പോ അവിടെ ചെന്നപ്പോൾ ഗ്രീൻ പീസിന്റെ കൂടെ ആക്റ്റീവായി. നമ്മൾ ഒത്തിരി പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുമായിരുന്നു അവിടെ. മറ്റേ ടോക്കും IITയിലും അങ്ങനെയൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഇതിനെപ്പറ്റി ഒരു സോഷ്യൽ ആസ്പെക്ട്, അതൊരു സയൻസും സൊസൈറ്റിയും കൂടെ ലിങ്ക് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അപ്പൊ അങ്ങനെ ഇപ്പം ഡൽഹിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കിങ്ങനെ ഡൽഹിയിലെ പൊല്യൂഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോ കാലാവസ്ഥയുടെ അങ്ങനെയുള്ള ഒരു പോളിസി അങ്ങനെയൊക്കെ എങ്ങനെ ഗവൺമെന്റിന് എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാം, അങ്ങനെ ഒത്തിരി പരിപാടികൾ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ ഫ്രൈഡേസ് ഓഫ് ഫ്യൂച്ചർ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതൊക്കെ എനിക്കൊന്ന് ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോൾ സ്വീഡനിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോ രാജ്യത്തൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യയിൽ ചർച്ച തുടങ്ങി, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരണം. കാരണം അതൊരു ഭയങ്കര ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്നു. അപ്പൊ അതിനെ മുമ്പ് തന്നെ ഡൽഹിയിലെ പൊല്യൂഷനും പരിപാടിയൊക്കെ വെച്ച് സമരം നടത്തുന്നതാണ്. പക്ഷെ ഇതൊന്നും ആർക്കും കാണുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ യൂറോപ്യൻസ് ഇങ്ങനെ ഒരു സമരം നടത്തിയപ്പോൾ എല്ലാവർക്കും വന്നേരെ നോക്കുന്ന എല്ലാവരും ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോയേക്കാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഇഷ്യൂവും ലോകം അറിയണം എന്നുള്ള രീതിയിലാണ് അവിടെ ഡൽഹിയിൽ ഫ്യൂച്ചറിന്റെ ആദ്യത്തെ ഇത് തുടങ്ങിയത്. അത് വർക്കൗട്ടായി. കാരണം നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ലക്ഷ്യം. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും ലോക ശ്രദ്ധ ആകർഷിക്കണം. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണം, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങണം, സംസാരിക്കണം. കാരണം ഡൽഹിയിൽ ഇപ്പൊ താമസിക്കുന്ന ഒരാളുടെ ആയുസ് ശരാശരി 10 വർഷമൊക്കെ കുറയുന്ന, അതൊക്കെ വലിയ പ്രശ്നമാണ്. അങ്ങനെ വരുന്നതാണ്. പിള്ളേരെ സ്കൂൾ അടച്ചിടുക, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില് തുടങ്ങിയതാണ്. അത് പതുക്കെ പല ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയി തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു? അത് ഗോവയിലാണ്. കാരണം ഗോവയിലെ 2019 ഒരു ഇതുണ്ടായിരുന്നു, അറിയായിരിക്കും, കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാന്. അത് ഇന്ത്യയുടെ ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വിടുന്നത്, അതായത് എല്ലാ സംസ്ഥാനങ്ങളും തീരദേശ പരിപാലന നിയമം കൊണ്ടുവരണം. അത് എങ്ങനെ തീരം എങ്ങനെ പരിപാലിക്കും, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതിൽ മുംബൈയും കേരളവും ഗോവയും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഏരിയാസ് ആണ്. കാരണം അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്. പിന്നെ ഒത്തിരി ബിലോ സീ ലെവൽ ഏരിയാസ് ഒക്കെ ഉണ്ട് ഒത്തിരി. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ത്യ മൊത്തമായിട്ടുള്ള ഒരു കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാനിൽ വരത്തില്ല ഇവര്. അപ്പോൾ കേരളവും
മുംബൈയും ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവരും ഗോവയും സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അവർ സബ്മിറ്റ് ചെയ്തില്ല. അപ്പോൾ അത് പിന്നെയും പറഞ്ഞ് സബ്മിറ്റ് ചെയ്യാൻ, ഡെഡ് ലൈന് 2019 സബ്മിറ്റ് ചെയ്യണം, 20 സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് ഒരു തട്ടിക്കൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ഒരു മെയിൻ ഈ പ്ലാൻ ഉണ്ടാക്കുന്നതിന് ഒരു മെയിൻ പബ്ലിക് കൺസൾട്ടേഷൻ, അതായത് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള എന്തൊക്കെയാണോ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നാണ്. പക്ഷെ അവരതൊന്നും ചെയ്യാതെ ഒരു പ്ലാൻ കൊണ്ടുവന്നു. അത് കൂടുതലും ഭയങ്കരമായിട്ടൊരു ഗ്രൗണ്ട് റിയാലിറ്റിക്ക് വളരെ വിപരീതമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ 2019 യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു. അപ്പൊ എന്നാ പിന്നെ ഇങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ചു, കാരണം ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമല്ലേ. അപ്പൊ അങ്ങനെ അവിടെ ചെന്നു. അപ്പൊ എനിക്കൊന്ന് ജൂൺ തൊട്ട് അവിടെയായിരുന്നു ഞാൻ. അപ്പൊ അവിടെ ചെന്ന് ഇങ്ങനെ ഈ ഭയങ്കര മഴയുള്ള സമയം, അപ്പൊ ഈ കടൽ തീരത്തോടെ നടപ്പായിരുന്നു പരിപാടി. ഒരു 100 കിലോമീറ്റർ ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ നടക്കും. അപ്പൊ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച്, അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം, പിന്നെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ സയന്റിഫിക് ആയിട്ടുള്ള ഇത്, അതായത് കാർട്ടോഗ്രഫി പോലെ ഈ മാപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് അസസ് ചെയ്യും ഈ ഏരിയ, ടൈഡ്സ് എങ്ങനെയാണ്, പിന്നെ ഇവിടെ എക്കോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, അതായത് സാൻഡ് ഡ്യൂണുകളുണ്ട്, അതായത് ഇങ്ങനെ കുഞ്ഞു കിടക്കുന്ന ഇത് മണല്, പിന്നെ ഈ മീൻ മുട്ടയിടുന്ന സ്ഥലങ്ങളുണ്ട്, പിന്നെ ഈ ഹെറിറ്റേജ് ഏരിയാസ് ഉണ്ട്, പഴയ പോർച്ചുഗീസ് കോട്ടകൾ, പിന്നെ ഈ കണ്ടൽക്കാടുകളുണ്ട്. അപ്പൊ ഇതെല്ലാം അതിൻ്റെ കൂടെ മാപ്പ് ചെയ്തു പോകും. അപ്പൊ ഈ ആൾക്കാരുടെ ഇതും അതിൻ്റെ കൂടെ തന്നെ ഈ ജിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ടൂറിസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഫുള്ള് ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അപ്പൊ ഈ പ്ലാന് ഞാൻ ഓരോ വില്ലേജസിലും കൊടുക്കും. കൂടുതലായിട്ട് 1-2 വില്ലേജിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. കാരണം അവിടെ ഒരു പഞ്ചായത്തുണ്ട്. നാട്ടിലത്തെ പോലെയല്ല ഗോവയിലെ പഞ്ചായത്തൊക്കെ, കൂടുതലും ആളുകൾ തന്നെയാണ്, പാർട്ടി ഇല്ല അവിടെ. അതുകൊണ്ട് ഭയങ്കര പവർഫുള്ളായി പഞ്ചായത്തുകൾ. അപ്പൊ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഈ ഓൾട്ടർനേറ്റീവ് പ്ലാൻ അവർക്ക് കൊടുത്ത് അവർക്കത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഈ രണ്ടിലും പൊരുത്തക്കേടൊക്കെ കണ്ടുപിടിച്ചു. അതായത് ഇപ്പം അതിന്റെ കൂടെ ഞാൻ ഈ കാലാവസ്ഥാ വ്യതിയാനം കൂടെ ആഡ് ചെയ്തു, കാരണം കര കയറി വരുവാണല്ലോ. അപ്പൊ ഇതുകൂടെ എടുത്തിട്ട് വേണം ഈ ഇതിലൊരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ന ഏരിയ വികസിക്കാൻ പാടില്ല, അവിടെ ഒന്നും പണിയാൻ പാടില്ല എന്നൊക്കെയുണ്ട്. അപ്പൊ ഇത് പഴയ ഈ ടൈഡ് ലെവൽ അനുസരിച്ചാണ് നോക്കിയത്. പുതിയത് വെച്ച് നോക്കുവാണെങ്കിൽ അത് പിന്നെ അകത്തോട്ട് കയറി വരും. അപ്പൊ അത്ര ഏരിയ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടും, അത്ര ഏരിയ. കാരണം അവിടെ ബാക്കിയുള്ളവർക്ക് പരിപാടിയൊന്നും നടക്കത്തില്ല. അവിടെ വലിയതായിട്ട് ഇപ്പൊ കെട്ടിടമൊന്നും പണിയാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം വെച്ച് നമ്മൾ ഈ പഞ്ചായത്തിൽ ഇത് പാസ് ചെയ്തെടുത്തു ഈ പ്ലാന്. അത് കഴിഞ്ഞത് ഇതുമായിട്ടാണ് ഈ സമരത്തിനെല്ലാം പോകുന്നത്. തുടക്കത്തിലെ ചെറിയ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ സമരത്തിന്. പിന്നെ നമ്മൾ ഒത്തിരി സെഷൻസും ക്ലാസ്സും അങ്ങനെ പല ഇതൊക്കെ വെച്ച് ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് 4000-5000 പേരിങ്ങനെ സമരത്തിന് കൂടി. അപ്പൊ അങ്ങനെ മിനിസ്റ്റർ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചായിരുന്നു ഒരു സമയത്ത്, ആൾക്കാരെ ഇത് ബോധ്യപ്പെടുത്താൻ. അതിനാരും പോയില്ല. ഒരു 10-20 പേരോ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്ത്. അതായത് 2 റീജിയനായിട്ടാണ് ഗോവ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സൗത്തിലും നോർത്തിലുമായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ 10 പേരൊക്കെ പോയുള്ളൂ. പക്ഷെ എല്ലാവരും പുറത്ത് നിന്ന് പുള്ളിയെ പുറത്തു പോകാൻ പോലും അനുവദിച്ചില്ല. പിന്നെ അവിടെ നിന്ന് പറയിപ്പിച്ചു, ഇതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല, ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുള്ളൂ അവിടെ പറയിപ്പിച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് വിട്ടത്. ഒരു ഭയങ്കര ഇതായിരുന്നു ഗോവയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു മൂവ്മെന്റ്. അതാണ് വലിയൊരു സംഭവമായിട്ട് ഇപ്പോഴും കാണുന്നത്. അത് സൂപ്പർ. ഇത്രയും ജനങ്ങളെ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ജോണിന് കഴിഞ്ഞല്ലോ. അടിപൊളി. ജോൺ നേരത്തെ പറഞ്ഞല്ലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു എന്ന്. ഡൽഹിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? എന്തായിരുന്നു ഇന്റേൺഷിപ്പിന്റെ ടോപ്പിക്? ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവിടെ ഒരു ലോ, പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി അതായിരുന്നു മാസ്റ്റേഴ്സിന്റെ പേര്. അപ്പൊ അതില് നമ്മുടെ തീസിസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നേച്ചർ ഇൻടു മെറ്റീരിയൽ എൻവയോൺമെന്റ്. അതായത് നമ്മളിപ്പം പരിസ്ഥിതി എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുന്നു, അതായത് നോൺ ഹ്യൂമൻ. നമ്മളിപ്പം ആളുകൾക്ക് ഇപ്പം ഒരു കുന്നിടിച്ച് നിരത്തി അത് മുഴുവനും കളഞ്ഞാൽ ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ പിന്നെ തിരുവനന്തപുരത്ത് അവിടെ ഒരു പ്രതിമ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞാൽ, അല്ലെ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ അന്നേരം ഒരു വലിയ ചർച്ചയാവും. അങ്ങനെ അതിന്റെ ഒരു ഫിലോസഫിക്കൽ സൈഡും അതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ ഒത്തിരി ലീഗൽ ആയിട്ടുള്ള ഒരു സൈഡോടെ ഫോക്കസ് ചെയ്തിട്ട് അതായിരുന്നു തീസിസ്. അപ്പൊ അതിന്റെ കൂടെ ചെയ്തതാണ് ഈ ഇന്റേൺഷിപ്പ്. അപ്പൊ അവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാല് 2 സെപ്പറേറ്റാ. അതായത് തീസിസും ഇന്റേൺഷിപ്പും ഒരേ ടോപ്പിക് ആവണമെന്നില്ലായിരുന്നു, പക്ഷെ ചെറിയ സാമ്യം ഉണ്ടായിരുന്നു താനും. അപ്പൊ അങ്ങനെയാണ് ഇതിലോട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ലോകത്തിനെ മുഴുവൻ ബാധിക്കുന്നതല്ലേ. ലോക്കൽ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാവണമെന്നില്ല. അതേസമയം ലോക്കൽ കാര്യങ്ങളാണ് ലോകത്തിനെ ബാധിക്കുന്നതും.
അതൊരു ചാലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിൽ രണ്ട് ഇതുണ്ട്. കാരണം ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസും ഉണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസും ഉണ്ട്. ഇപ്പോൾ എൻവയോൺമെന്റൽ പാരിസ്ഥിതികമായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ലാൻഡ് ആണെങ്കിൽ അല്ലെ പരിസ്ഥിതി എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതുമൂലം അവിടെ വരുന്ന പ്രശ്നങ്ങൾ. ആ റീജിയനിലൊരു പ്രത്യേക ക്ലൈമറ്റ് ഉണ്ട്. ഇപ്പൊ കാലാവസ്ഥ മാറിയില്ലെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എങ്ങനെ ആ സ്ഥലം വിനിയോഗിക്കുന്നു, അങ്ങനെ ആ കാരണം കൊണ്ട് മാത്രം വരുന്നതാണ്. അങ്ങനെയാണ് ഗ്ലോബൽ ഇഷ്യൂ അല്ലതാനും, പക്ഷെ ഇത് ലോക്കൽ ഇഷ്യൂ ആണ്, കംപ്ലീറ്റ്ലി ലോക്കലാണ്. ഇപ്പം മെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഇൻവേസീവ് സ്പീഷീസ് ഒക്കെ ഉണ്ട്. കാരണം നാട്ടിൽ ഒത്തിരി മരമൊക്കെ നടുക ഈ സർക്കാർ. ഈ യൂക്കാലി, അക്കേഷ്യ, മാഞ്ചിയം, ആട്, തേക്ക്, മാഞ്ചിയം എന്നൊക്കെ പണ്ട് വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഒത്തിരി നട്ടുവെച്ച മരങ്ങളാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും, ഇതൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മരങ്ങളാണ്. അവരത്ര സ്ഥലം ഡ്രൈ ആക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ മലയുടെ മേളിലൊക്കെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അത്രയും ഡ്രൈ ആക്കും, അത് ആ എക്കോസിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും. അങ്ങനെ അപ്പോൾ ഒരു ഭയങ്കര ലോക്കൽ പ്രശ്നമാണത്. പിന്നെ ഇപ്പൊ കാലാവസ്ഥ കൊണ്ടുള്ള വരുന്ന മാറ്റമാണെങ്കിൽ ഇപ്പം മലയിടിച്ച് നിരത്തി അവിടെ വലിയ പ്ലാന്റേഷൻ ഉണ്ടാക്കി. ഇപ്പൊ കാലാവസ്ഥ മാറിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാലാവസ്ഥ മാറിയോണ്ട് ഇത്രയൊരു 6 മാസം പെയ്യേണ്ട മഴ 2 ദിവസം കൊണ്ട് പെയ്യും. പക്ഷെ അത്രയും വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം മണ്ണ് മുഴുവനും മാറ്റിപ്പോയി. കാരണം ലൂസ് മണ്ണാണ്, അന്നേരം അത് മുഴുവൻ ഒലിച്ചു പോരും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു വായനയാണ് മെയിൻ ഇത്. കാരണം നമ്മൾ വായിച്ച് മനസ്സിലാക്കണത്, കാരണം എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ അടിക്കടി കേരളത്തിൽ വരുന്ന വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഈ അടുത്ത് നടന്ന വയനാട്ടിലെ ദാരുണമായ സംഭവം എല്ലാം കാരണം ജനങ്ങൾക്ക് അവയർനെസ് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ അവബോധം കൊണ്ട് മാത്രം നമുക്ക് രക്ഷ കിട്ടുമോ? വേറെ എന്തെങ്കിലും ഇതിന് ഉപായമായിട്ടുണ്ടോ? ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ബാഴ്സലോണയിൽ ഒരു ഇതുണ്ട്. കാരണം ആൾക്കാർ സമരം ചെയ്യുക, ഞങ്ങൾക്ക് ടൂറിസ്റ്റുകൾ വേണ്ടെന്നും പറഞ്ഞ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ്. കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ വരിക, അവരുടെ കൾച്ചറിനെ ബാധിക്കുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഭൂട്ടാനില് ഒത്തിരി ആൾക്കാർ വരുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് അവരൊരു ഫീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ചപ്പുചവറുകളൊക്കെ ഇടുന്നു. അപ്പം നാട്ടിലാണേലും നമുക്ക് നിയമങ്ങളുണ്ട്, പക്ഷെ ഇനിയും നിയമങ്ങൾ വരണം. ഇപ്പം പ്രളയം ഉണ്ടായി, ആളുകൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ലെന്നാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആണേലും ആൾക്കാർ കൊടി പിടിക്കും. അങ്ങനെ പാർട്ടി നോക്കി ചെയ്യേണ്ട കാര്യമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. കാരണം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ അവിടെയാണ് ഒരു പ്രശ്നം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും റാഷണൽ ആവണം. അവിടെ നമുക്ക് ഐഡിയോളജി ഒന്നുമില്ല ഇതില്. കാരണം പ്യൂർലി നമ്മുടെ ഒരു ഉപജീവനം, അതായത് ലൈവ്ലിഹുഡിനെയും സയൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഒരു ഭൂപ്രകൃതി എല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം കുട്ടനാട്ടിലാണേലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കുട്ടനാട്ടുകാരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ വയനാട്ടിലാണേലും അത് വയനാടുകാരുടെ പ്രശ്നം. മുല്ലപ്പെരിയാറാണ്, അത് അവരുടെ പ്രശ്നം. ഇപ്പൊ നമുക്കൊരു ഒത്തൊരുമ കുറവാണ്. അത് കൂടുതൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം. കർഷക സമരമൊക്കെ ഭയങ്കര വലിയൊരു സമരമാണത്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഡൽഹിയിൽ ഒത്തിരി പോകുമായിരുന്നു. നാട്ടിലാണേലും എവിടെ കർഷക സമരം? നാട്ടിലൊന്നുമില്ല. അവിടെ കൃഷിക്കാരൻ്റെ ഒരു വാഴ വെട്ടി എന്ന് പറഞ്ഞാൽ അതാ പുള്ളിയുടെ പ്രശ്നം. അപ്പൊ അങ്ങനെ ഇത് ഭയങ്കര ഒരു സെൽഫിഷ് മെന്റാലിറ്റി ഭയങ്കര കൂടുതലാണ് നാട്ടില്. അതായത് എൻ്റെ പ്രശ്നമല്ല അവന്റെ പ്രശ്നം എന്നുള്ള രീതിയിലൊരിതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാനലുകളൊക്കെ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ള ഇതാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ അന്നേരം ചർച്ച ചെയ്യും, അതിന്റെ കൂടെ തന്നെ എല്ലാവരും കാണുകയും ചെയ്യും. എന്നിട്ട് പറയും കാലാവസ്ഥ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ നാട്ടിലുണ്ടാകുന്ന ഇതിനൊരു അടിത്തറ പാകുന്ന നാട്ടിലെ വികസനമാണ്. ഇത് തീർത്തും അശാസ്ത്രീയമായ ഒരു വികസനമാണ്. ഇതാരും പറയുന്നില്ല. അല്ലെ, അശാസ്ത്രീയമായ വികസനം. ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാതെയാണ് നമ്മുടെ വികസനം. ഇതിനൊക്കെ വ്യത്യാസം വരാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ, പല രീതിയിലും ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേച്ചറിനോട് ചേർന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പണിയാം. ആൾക്കാര് നമ്മുടെ ഒരു ഐഡിയോളജിയും ഇതൊന്നും ഫോളോ ചെയ്യാതെ തന്നെ യുക്തിസഹജമായി ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഒത്തിരിയൊക്കെ മോഡേൺ ആയെങ്കിലും ഈ പരിസ്ഥിതിയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം ഇതൊക്കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഇങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാല് പ്രകൃതിയെ മനുഷ്യനോട് ഇണക്കി ജീവിപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം ഇതൊരു വലിയൊരു സിസ്റ്റമാണ്. കാരണം ഇന്നേ വരെ നമുക്ക് മൊത്തത്തിലൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഒരു കോംപ്ലക്സ് ആണ് ഈ കാലാവസ്ഥയും
ഈ പ്രകൃതിയുടെ ഈ മൂവ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മല കാണുമ്പോൾ ഒരു കോമൺ സെൻസ് ആണ് നമുക്ക്. ഇതുവഴി പകുതി ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ ബാക്കി മഴ പെയ്യുമ്പോഴും അങ്ങനെയെല്ലാം ഇടിഞ്ഞു വീഴും. ഇത് ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഇത്ര നാളത്തെ ഭരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മയായിരിക്കും ആളുകൾക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള കഴിവൊക്കെ പോയി. പിന്നെ കൂടുതലും മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം സോഷ്യൽ ഇഷ്യൂസ് ആണ് എപ്പോഴും ആൾക്കാർക്ക് മുന്നിൽ കാണുന്നത് എപ്പോഴും. കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെ ആൾക്കാർക്ക് കാണത്തില്ല. അപ്പൊ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊരു വിദ്യാഭ്യാസം തന്നെ വേണം. കാരണം സ്കൂളുകളിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏത് സ്കൂളിലും ഇന്നത്തെ കാലത്ത് നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ പോയി, അതൊക്കെ വലിയ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ടൂറിസ്റ്റുകൾ വന്നാൽ പോലെ എന്താ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു? എന്തായാലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറാണ് കാണിച്ചു കൊടുക്കേണ്ടത്. കൾച്ചർ കാണിച്ചു കൊടുക്കണമെങ്കിൽ കൾച്ചറിലൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ അവരങ്ങനെ വികസിച്ചു, അങ്ങനെയാണ് അത് തന്നെ ഇവിടെയും വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓരോ രീതിയിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പൊ ഇവിടെ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല കോട്ടയം ജില്ലയിൽ പറ്റുന്ന, കോട്ടയത്ത് പറ്റുന്ന കാര്യമായിരിക്കത്തില്ല കാസർഗോഡ് പറ്റുന്നത്. എല്ലായിടത്തും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. കാരണം അതിനൊരു പരിസ്ഥിതിയെ ബഹുമാനിക്കണം. അത് കൃഷിക്കാരൊക്കെ ചെയ്യുന്ന കാരണം കൃഷി ചെയ്യുന്നവരൊന്നും എന്നാ മണ്ണെടുത്ത് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും സഹിക്കത്തില്ല. കാരണം അതില് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം വിളവ് കിട്ടും, അല്ലെങ്കിൽ കാരണം അത്രയ്ക്ക് വാല്യൂബിൾ ആണ് ഈ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ മറിച്ച് വിൽക്കുക അല്ലെ പാറ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇങ്ങനെ വരുന്ന മാറ്റങ്ങളുണ്ട്. കാരണം വികസനം എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ഇടിച്ചു നിരത്തിയുള്ള വികസനം എന്നൊക്കെയുള്ള രീതിയിലാണ് കാഴ്ചപ്പാട്. നമുക്ക് ആയുർവേദം വെച്ച് വികസിപ്പിക്കാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും പറ്റത്തില്ല. ടൂറിസം, കാരണം അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യമുണ്ട് കേരളത്തിന്. പിന്നെ നമ്മുടെ ഭക്ഷണം, പിന്നെ വിദ്യാഭ്യാസം. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളെല്ലാം ഡൽഹിയിലിരിക്കുന്നത്? എന്തുകൊണ്ടത് കേരളത്തിൽ വന്നുകൂടാ? അല്ലെങ്കിൽ ഇപ്പം പുറത്തുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ അത്രയും മുഴുപ്പ് പോലും ഇല്ല പല രാജ്യങ്ങളും, യൂറോപ്പിലെ തന്നെ. പക്ഷെ അവിടെ നോക്കുവാണെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ എവിടെയൊക്കെ ഉള്ളത്. ഒരു വിദ്യാഭ്യാസവും ഈ ആയുർവേദവും ടൂറിസവും കൃഷിയൊക്കെ മതി നമുക്ക്. അല്ലാതെ ഈ ഇൻഡസ്ട്രികൾ മുഴുവൻ ഇവിടെ വരണമെന്നൊന്നും. നമുക്ക് ഈ വെൽത്ത് ജനറേറ്റ് ചെയ്യണം കേരളത്തിൽ, അതാ പ്രശ്നം. നമ്മൾ ഈ കാശിങ്ങനെ വരുന്നു വട്ടം കറങ്ങുന്നല്ലാതെ കാശുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ഒന്നെങ്കിൽ അറിയത്തില്ല, അല്ലെ അറിഞ്ഞുകൊണ്ടൊക്കെ ഓരോ വഴിക്ക് പോകുന്നു. അങ്ങനെ ഈ പല സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ മണ്ണിടിച്ച് വിൽക്കുന്നു, അല്ലെങ്കിൽ പാറ പൊട്ടിക്കുന്നു, കൃഷി നിർത്തി പോകുന്നു. ഈ കൃഷി നിർത്തി പോകുന്ന സ്ഥലങ്ങൾ മുഴുവനും മണ്ണിടിച്ച് നിരത്താനും പാറ പൊട്ടിക്കാനും അങ്ങനെയൊക്കെയാ പോകുന്നത്. പിന്നെ ഇപ്പം നദികളാണേലും എല്ലാം മുഴുവനും ഡാം. എനിക്കൊന്ന് ഇടുക്കി ജില്ലയിൽ തന്നെയുണ്ട് 10-30 മേളിൽ ഡാമുകൾ. അപ്പൊ ഇതൊക്കെ കാരണം നമുക്കിങ്ങനെ എല്ലാം മാറി ചിന്തിക്കേണ്ട സമയമായി. ഡാം എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെക്നോളജി സാധനങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാ രീതിയിലുമായിട്ടുള്ള നമുക്കൊരു വികസനമല്ല വേണ്ടത്, നമുക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. ഇപ്പൊ സയൻസിൽ തന്നെ ഇതുണ്ട് തന്നെ, ഇന്നോവേറ്റീവ് സയൻസും ട്രാൻസ്ഫോർമേറ്റീവ് സയൻസ് എന്നും പറഞ്ഞു. സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേറ്റീവ് സയൻസ് ആയിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മാറി, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും അതുമെല്ലാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരെണ്ണമാണ് എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഈ റിന്യൂവബിൾ എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് സാധനങ്ങളാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ആളുകൾക്കൊരു അന്തരമുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ ഈ സയൻസ് ആണെങ്കിലും അങ്ങനെയുള്ള ശാസ്ത്രീയ വശങ്ങളൊക്കെ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എല്ലാം നമുക്കൊരു നല്ലൊരു സർക്കാർ വേണം, നല്ലൊരു വിദ്യാഭ്യാസ സിസ്റ്റം വേണം. അതിൻ്റെയൊക്കെ ഒരു പോരായ്മകളുണ്ട് ഒത്തിരി നാട്ടിൽ. ഇപ്പൊ സർക്കാർ എന്ത് കൊണ്ടുവരുന്നോ അതനുസരിച്ചിരിക്കും നാടിന്റെ വികസനമൊക്കെ. ഇപ്പൊ ടൂറിസം ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇല്ലിക്കക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആളുകൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്, അങ്ങനെ ഫേമസ് ആയത്. അങ്ങോട്ട് വഴി വെട്ടി ടാർ ചെയ്ത് ഇന്നേ വരെ ഒരിടത്തും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി. ഇതാണ് ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആളുകളത് കല്ല് കാണാൻ പോകുന്നതല്ല, അങ്ങനെ നടന്നു പോയി എക്സ്പീരിയൻസ് ചെയ്ത് അത് കാണാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോകുന്നതാണ്. അല്ലാതെ ഈ കല്ലല്ല മെയിൻ. ഇത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ഒരാള് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോ ഇതിനും പറ്റിയ ഒരു ഇതുണ്ട്. ഇപ്പം സ്വിറ്റ്സർലൻഡിൽ ഞാൻ പോയിട്ടുണ്ട്.
അവിടെ ഈ സൈൻ ബോർഡ് വെച്ചിരിക്കുക കാട്ടിക്കോടെ, അത്രേ ഉള്ളൂ. ട്രക്കിങ്ങിന് പോവുക, പോയി ഇതിലെ പോയി ദിശയെല്ലാം കണ്ടുപിടിച്ച് തിരിച്ച് നമ്മൾ സ്ഥലത്ത് വരിക. മലയുടെ മേളിൽ കൂടെ എന്തോരം വെള്ളം പോയി വരാം. അപ്പം അങ്ങനെ വേറെ വഴി അങ്ങനെയൊന്നുമില്ല, വലിയ വഴികളൊന്നുമില്ല. അപ്പം വലിയ മലകളാണേൽ കുന്നിടിച്ച് നിരത്തി അങ്ങോട്ട് വഴി വെട്ടുന്നതിനെക്കാട്ടിലും ചെലവ് കുറവാണ് അങ്ങോട്ട് റോപ്പ് വേ പണിത് അങ്ങോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ആ റോപ്പ് വേ കയറിയ ആൾക്കാർക്ക് അങ്ങോട്ട് പോവാം, കാഴ്ചയെ കണ്ടിട്ട് തിരിച്ച് താഴോട്ട് വരാം. അങ്ങനെ രണ്ട് മലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. ഒന്നെങ്കിൽ ലോകം കാണാഞ്ഞിട്ടാണ്, പൊട്ടക്കണ്ടി താമസിക്കുന്ന താവള എന്നൊക്കെ രീതിയിൽ പറയാം, അല്ലെങ്കിൽ വേണ്ടാഞ്ഞിട്ടാണ്. പിന്നെ ആളുകളെ പറ്റിക്കുക, അങ്ങനെയുള്ള പരിപാടിയായിരിക്കും. കാരണം ആൾക്കാർ പ്രതികരിക്കത്തില്ല. ജോണിന്റെ അഭിപ്രായത്തിൽ കേരള സർക്കാരിന് വേറെ എന്തൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും? ഫ്രഞ്ച് കോളനി ആയിരുന്നു പണ്ട്. എന്തുകൊണ്ട് ഫ്രഞ്ച് ഗവൺമെന്റായിട്ടൊരു ഇതുണ്ടാക്കി മാഹിയിലോ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് ഉണ്ടാക്കിക്കൂടാ? കാരണം ഇന്ത്യക്ക് തന്നെ ഓരോ പ്രൊജക്ട് ഉണ്ട് ഇങ്ങനെ ട്വിൻ സിറ്റീസ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഡൽഹിയും കൊറിയയിലെ ഒരു സിറ്റിയും തമ്മിൽ ഒരു ട്വിൻ സിറ്റി പ്രൊജക്ട് ഉണ്ട്. അവർ നോളജ് ഷെയർ ചെയ്യും. അത് വെച്ചിട്ട് രണ്ട് രീതിയിലും എങ്ങനെയൊക്കെ വികസിപ്പിക്കുക എന്നുള്ള രീതിയിൽ, പിന്നെ റിവർ റീസ്റ്റോറേഷൻ, ലേക്ക് റീസ്റ്റോറേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസുമായിട്ട് ചെയ്യാം, പിന്നെ ഫ്രഞ്ചുമായിട്ട് ചെയ്യാം, ബ്രിട്ടനുമായിട്ട് ചെയ്യാം. കാരണം അവിടെയൊക്കെ ഇപ്പം മലയാളികളുണ്ട് ബ്രിട്ടനിലൊക്കെ. അവിടെ പല ഇവിടുത്തെ മേയറും അങ്ങനെയൊക്കെ ആയിട്ട് മലയാളികളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആളില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാനുള്ള കെൽപ്പുള്ളവരെ ഒന്നും ഡിപ്പാർട്ട്മെന്റിലില്ല. ഒരു ഗവൺമെന്റാണ് ഒരു സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം അവരെന്ത് കൊടുക്കുന്നോ, എന്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നോ അതനുസരിച്ചാണ് ആളുകൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഒരു നിയമത്തിനൊരു പവർ ഉണ്ട്. ഇപ്പൊ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്ക്ഡൗൺ ആണ്. അത് എൻഫോഴ്സ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒരു ഗവൺമെന്റ് മെഷീനറിക്ക് അത്രയും പവർ ഉണ്ട്. എൻഫോഴ്സ് ചെയ്യാനും ഒരു സമൂഹത്തിനെ എങ്ങനെ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. അത് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വികസിക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ അമേരിക്കയെ പോലെ ആവണമെന്നല്ല, ആകണം അങ്ങനെയല്ല. പക്ഷെ നമ്മൾ കേരളത്തിനെ പോലെ ആവണം. കേരളം വികസിക്കണം, അങ്ങനെ ഒരു ഇത് വേണം. അവരെ പോലെ ആവാൻ നോക്കിയാൽ നടക്കത്തില്ല. അതായത് ഇപ്പം പണ്ട് പറയുന്ന പോലെ അവനെ കണ്ടുപഠിക്കുക, അല്ല അടുത്തിരിക്കുന്നവനെ കണ്ടുപഠിക്കുക, അങ്ങനെ ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ വികസിക്കാൻ നോക്കണം. കാരണം ഒത്തിരി അവസരങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. ഞാൻ പറഞ്ഞ ഇത്രയും മേഖലകളിൽ തന്നെ നോക്കിയാൽ മതി. കാരണം ഭാവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേരളത്തിൽ താമസിക്കാൻ. കാരണം ലോകത്തിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു ക്ലൈമറ്റ് ഉള്ളൊരു ഏരിയയാണ് കേരളം. അത് അതുപോലെ തന്നെ അടിച്ചു മുടിച്ച് മുഴുവൻ നശിപ്പിച്ചു വെച്ചു ഈ പരിസ്ഥിതി മുഴുവനും. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. എല്ലാ വർഷവും കാണും ഇതിലും വലിയ പ്രളയവും പിന്നെ കാറ്റും പിന്നെ വരൾച്ചയൊക്കെ ഒത്തിരി വരും ഇനി ഭാവിയിൽ. അപ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടി വരും. കടൽ തീരങ്ങൾ ഒത്തിരിയൊന്നും നമുക്കിനി അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് പുറകോട്ട് മാറേണ്ടി വരും, മാറി താമസിക്കേണ്ടി വരും. അതുപോലെ തന്നെ കടൽ തീരങ്ങളോടുള്ള വഴികൾ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഒത്തിരി മലകളിലൂടെ ഉള്ള താമസം മാറ്റേണ്ടി വരും. ഇപ്പം ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെയാണ് ഇടിച്ചു നിരത്തിയുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തേണ്ടി വരും. പണ്ടേ മൂന്നാറിലെ ബ്രിട്ടീഷുകാർ ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. ആദ്യത്തെ റെയിൽവേ ഒക്കെ മൂന്നാറിലായിരുന്നു. പണ്ട് ആ വെള്ളം വന്ന് മുഴുവനും പോയതാണ് അവിടെ മുഴുവനും. കാരണം പരിസ്ഥിതിയൊക്കെ അത്ര മാറ്റി തേയിലത്തോട്ടമൊക്കെ തുടങ്ങി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മുഴുവനും മഴ പെയ്ത് മുഴുവനും പോയതാണ്. പിന്നെ അത് തന്നെ അവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പാഠം ഒന്നും പഠിച്ചില്ല, പാഠം രണ്ടും പഠിച്ചില്ല എന്ന് പറയുന്ന പോലെ പിന്നെയും പഠിക്കത്തില്ല. പിന്നെയും പുനരധിവാസമൊക്കെ ഒത്തിരി ഉണ്ട് ഈ ഉരുള് പൊട്ടുന്ന മേഖലകളിൽ തന്നെ പിന്നെ അവരെ താമസിപ്പിക്കുക. കാരണം അത് അവരോട് ചെയ്യുന്നൊരു ചതിയാണ്. കാരണം ഇതൊരു സേഫ് സോൺ അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ താമസിപ്പിക്കരുത്. കാരണം അത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൂടെ സർക്കാരിന്റെ ബാധ്യതയാണ്. അവിടെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആളുകൾ ഭയങ്കര തന്നെ തീരുമാനം എടുക്കാൻ ചില സമയത്ത് പറ്റത്തില്ല, ചില സമയത്ത് ബാർബേറിക് ആവും, വയലന്റ് ആവും. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊരു ഇത് വേണം. അതിനാണ് സ്റ്റേറ്റ് നിയമങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് സ്റ്റേറ്റ് അവരുടെ പവറും ഇൻഫ്ലുവൻസും ഒക്കെ ഉപയോഗിച്ച് ആൾക്കാരെ മനസ്സിലാക്കിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കരകൾ, ഇപ്പം ഇന്ത്യയിലും ഇപ്പം കേരളത്തിൽ തന്നെ ആണെങ്കിലും നദികളുടെ തീരങ്ങളിലൊന്നും താമസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആളുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടെ. കാരണം ഈ ആൾക്കാരൊന്നും അതേ പേടിച്ചായിരിക്കുന്ന മഴ, ഉരുളുപൊട്ടല്. വീട്ടിലൊക്കെയാണ് ഒരു തേങ്ങ വീണാൽ തന്നെ നമുക്ക് പേടിയാ ഉരുളുപൊട്ടലാണോ എന്ന്. ഇത്രയ്ക്ക് പേടിയുണ്ട് ആൾക്കാർക്ക്.
അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എവിടെയാ നേരം? ആളുകളൊന്നും ഈ സർക്കാരും ഇതിന്റെ പുറകെ പോകുന്നില്ല. ഫ്ലഡ് മാപ്പിംഗ് നടത്തിയിട്ടില്ല. റിസ്ക് സോൺ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഒരു ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് UN-ന്റെ. ഇതൊന്നും നടത്തിയിട്ടൊന്നുമില്ല. ഡിസാസ്റ്റർ പ്രിവെൻഷനും മാനേജ്മെന്റും ഒന്നുമില്ല. ദുരന്തം വന്നു, ദുരന്ത നിവാരണം എന്നും പറഞ്ഞ് അതും ഇതുമൊക്കെ ചെയ്യുന്നല്ലാതെ ഒരു സംസ്ഥാനം മുഴുവനായിട്ടൊരു പ്ലാനും ഒന്നുമില്ല. അങ്ങനെ ഇതൊക്കെ തീരുമാനിക്കേണ്ട ഒരു സമയമായി അങ്ങനെ. കാരണം ഭാവിയിലോട്ട് കേരളത്തിന് ഭാവി ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അവിടെ താമസിക്കാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ പോയി നാട്ടില്. സാമൂഹിക അന്തരീക്ഷവും ഇല്ല, പാരിസ്ഥിതിക അന്തരീക്ഷവും ഇല്ല. അതുകൊണ്ട് മുന്നോട്ട് കരുതലോട് കൂടെ നീങ്ങേണ്ട സമയമാണ്. പക്ഷെ എല്ലാ തലത്തിലും നല്ല പ്ലാനിങ്ങും എല്ലാം വേണം. ഇപ്പോഴത്തെ യുവാക്കളോട് എന്ത് ഉപദേശമാണ് ജോണിന് കൊടുക്കാൻ പറ്റുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ എപ്പോഴും വായിച്ചറിയുക, അല്ലെ നമ്മുടെ പഴയ തലമുറകളെന്ന് അറിഞ്ഞിരിക്കുക. ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൂറൽ അല്ലെ വില്ലേജ് വിട്ട് കഴിഞ്ഞ് ഒരു സിറ്റിയിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ പോയി. വെറുതെ അവധിക്ക് വന്ന് പോകുന്നു, കുളത്തിൽ കുളിച്ചിട്ട് പോകുന്നു, അങ്ങനെയുള്ള ഇതല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കണം എത്രത്തോളം നമ്മുടെ ഒരു പാരമ്പര്യം, കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഈ നാടിന്റെ പൈതൃകം, അങ്ങനെ ഒരു എന്തുകൊണ്ട് അതൊക്കെ വിലപ്പെട്ടാന്ന് അറിഞ്ഞിരിക്കണം ഒരു അടുത്ത് വരുന്ന ജനറേഷന്. കാരണം യാതൊരു മൂല്യമില്ലാതെ ചുമ്മാ പഠിക്കുക, ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുക, അങ്ങനെയുള്ളൊരു രീതിയിലോട്ട് മാറി മുഴുവനും. കാരണം പഠിക്കുന്നു, അത് കഴിഞ്ഞുള്ള ജോലി ചെയ്യുക എന്നുള്ള രീതിയിലായി. പിന്നെ സെറ്റിൽ ചെയ്യുക, പിന്നെ അത്ര ഒരു ലൈനെ കയറി നിൽക്കുന്ന പോലെ ആയിപ്പോയി മുഴുവനും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അറിവ് കിട്ടാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിൽ വരിക, കൃഷി ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ പരിപാടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതെല്ലാം മാറി. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ ഒരു ജനറേഷൻ മുഴുവനും പ്രകൃതിയിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ സിറ്റിയിലായിരിക്കും. കാരണം നെല്ലുണ്ടാകുന്ന ഏത് മരത്തിൽ നിന്നാ, വാഴ കുലച്ചു കഴിഞ്ഞാൽ എന്തിനാ വാഴ വെട്ടിക്കളയുന്ന, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനപ്പുറത്തെ ചോദ്യങ്ങളൊക്കെ ഭാവിയെ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പൊ പ്രകൃതിയെ അറിഞ്ഞിരിക്കാൻ എന്നുള്ളൊരു മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. കാരണം മനുഷ്യനുണ്ടായത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം വായിക്കുക. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യം, അല്ലെ യൂട്യൂബിൽ അങ്ങനെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല. കാരണം പല ഏരിയയിൽ അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്റർ ഡിസിപ്ലിനറി നോളജ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കൊണ്ട് എങ്ങനെ സൊസൈറ്റിക്ക് ഉപകാരം ഉണ്ടാകണമെന്ന് അറിയണമെങ്കിൽ സൊസൈറ്റിയെ പറ്റി അറിയണം. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ടെക്നോളജിയൊക്കെ ഉണ്ടാക്കുന്ന, കാരണം ഒരു സൊസൈറ്റിക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഈ സമൂഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ഈ സമൂഹത്തെ പറ്റി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒത്തിരി വശങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും ഇനി പല തലത്തിൽ വായിക്കണം. ഈ ഒറ്റയൊരു ഇരിപ്പിന് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണ് അത് മാത്രം, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കമ്പ്യൂട്ടർ മാത്രം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം കൂടുതൽ ഇന്നത്തെ കാലത്ത് നോക്കുന്ന സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എങ്ങനെ ഈ സമൂഹത്തിന് എൻ്റെ കഴിവുകൊണ്ട് ഉപകാരപ്പെടാം, അല്ലെങ്കിൽ രാജ്യത്തിന് എങ്ങനെ ഉപകാരപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു ചിന്തയൊക്കെ വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു വളർന്നു വരുന്ന രീതിയൊക്കെ മാറിപ്പോയി. കാരണം എല്ലാവരും ഈ രാഷ്ട്രീയവും ഓരോരോ ഐഡിയോളജിയൊക്കെ എല്ലാവർക്കും. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞ ഒരു 10, 18, 20 വയസ്സ് നമുക്കൊരു പ്രായപൂർത്തി ചിന്താശേഷി ആവുന്ന ഒരു സമയം വരെ നമ്മുടെ ചിന്ത ഒന്നിലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നല്ലതല്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ ഇന്ന വിശ്വാസത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇടവും വലവും ഒന്നും നമ്മൾ ഇഗ്നോർ ചെയ്തു പോകും. അതിൽ നിന്നൊക്കെ അറിവ് വരും. കാരണം ഫോർമേഷൻ ഇയേഴ്സ് എന്ന് പറയും നമ്മുടെ തുടക്കത്തിലെ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങള്, ഇടപഴകുന്ന ആൾക്കാര്, ഇതൊക്കെയാണ് നമ്മളെ ഭാവിയിലോട്ട് നമ്മൾ ആരായി തീരും, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്, അറിയുന്നതൊക്കെ നമുക്ക് ആ ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ നീ ഇന്ന രീതിയിൽ വളരണം, അല്ല ഇന്ന ഇതിലാണ് നിനക്ക്, ഇന്ന രീതിയിലാണ് നീ പോകേണ്ടത്, നീ ഇന്ന ഇതാണ്, ഇങ്ങനെയൊക്കെ അന്നേ ഡിസൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഒരു ഭാവിയിൽ. പിന്നെ പ്രതികരിച്ചൊക്കെ തുടങ്ങണം. കാരണം ഇന്നത്തെ ഇവിടെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 12, 14 വയസ്സുള്ളവർ തന്നെ പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായ. കാരണം ഇങ്ങനെ ഒരു അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു സ്വഭാവം ഒരു ജനറേഷന്റെ ഇതുണ്ട്. കാരണം പഴയ ജനറേഷൻ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് അങ്ങനെ ഒരു ജനറേഷൻ ആയിരുന്നു. അതിഞ്ഞു വന്ന ജനറേഷൻ അവർ ഇരുന്നു പോയി. കാരണം ഇൻഡിപെൻഡൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ പതുക്കെ മാറി, ഗവൺമെന്റ് എല്ലാം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പ്രശ്നമില്ലായിരുന്നു.
പിന്നെയുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് വന്ന അടുത്ത ജനറേഷനായി. പിന്നെ വരുന്ന പറഞ്ഞാൽ ഒരു മടിയന്മാരായി പോയി, ഒരിതുമില്ല. അടുത്ത വരും ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു ഷിഫ്റ്റാണ്. കൂടുതലും ഒരു ആഘോഷിച്ച് നടക്കുന്ന ഒരു ജനറേഷനായി മാറി. സമൂഹത്തെ പറ്റി യാതൊരു ഒരു ഗൗനിക്കാതെ നടക്കുന്ന ഒരു അല്ലെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്നോ അങ്ങനെയൊന്നും അറിയുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതൊക്കെ അറിഞ്ഞ് വളരണം, പിന്നെ എല്ലാത്തിലും പ്രതികരിക്കണം. അങ്ങനെ ഒരു ഇതാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജോണിന്റെ ഫ്യൂച്ചർ ഡ്രീംസ്, അതായത് ഭാവി സ്വപ്നങ്ങൾ എന്താണ്? സ്വപ്നങ്ങളായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോവാന്നുള്ളതാണ്. കാരണം കൂടുതൽ റിസർച്ച്, അക്കാഡമിക് സൈഡ്, പിന്നെ ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്ന കൂടുതലും സിറ്റിസൺ സയൻസ് മേഖലയാണ്. ആ ഒരു സാമൂഹിക അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി എങ്ങനെ കൂടുതലും ഈ മാറുന്ന കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാം, അതിനെ ചെറുത്ത് നീക്കുക, കൂടുതലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം, അങ്ങനെയുള്ള രീതിയിലാണ്. കാരണം ലോകത്തിന്റെ ഒരു 94% ഭാഗവും കാലാവസ്ഥ വ്യതിയാനം കാരണം ഭാവിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടും. നമ്മുടെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലാതാവും. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രതിവിധി വേണം. കാരണം ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമ്മളെ ബിസിനസ് ആസ് യൂഷ്വൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. വെറുതെ കിടന്നുറങ്ങുന്നവർ പോലും അവരറിയാതെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പതുക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മേഖലകളിലും അങ്ങനെയൊക്കെ, ആ ഒരു താമസിക്കുന്ന ഏരിയയിലും ഒക്കെ. ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം, അതിനൊക്കെ എങ്ങനെ നമ്മൊരു അക്കാഡമിക്കലി ആൻഡ് പോളിസി വൈസ് എങ്ങനെ നമുക്കൊരു പുതിയൊരു അപ്രോച്ചൊക്കെ വേണം. ഇപ്പോഴത്തെ അപ്രോച്ചുകൾ ഒന്നും ഫീസിബിൾ അല്ല. കാരണം പറഞ്ഞ പോലെ എല്ലാ എക്കണോമിക് സൈഡാണ് നോക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന എത്രത്തോളം ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും, എത്രത്തോളം റിട്ടേൺ കിട്ടും, അങ്ങനെ ഒരു ഇതാണ് നോക്കുന്നത്. ഞാൻ കൂടുതലും നോക്കുന്നത് എങ്ങനെ ഒരു സമൂഹത്തിന് അതുകൊണ്ട് കൂടുതൽ എങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം. കാരണം നമ്മുടെ ഗാന്ധി പറയുന്ന ഇഫ് യു ഫോക്കസ് ഓൺ സൊസൈറ്റി, എക്കണോമിക്സ് ഡെവലപ്സ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു വെരി സ്ട്രോങ് എക്കണോമിക്സ് ആയിരിക്കും അത്. ജോണിനെ പോലുള്ള അറിവും ലോകവിവരവും ദീർഘവീക്ഷണവുമുള്ള പുതിയ തലമുറ ഈ രംഗത്തിലേക്ക് വരട്ടെ. അതാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഇതുമാണ്. ഒത്തിരി എക്സ്പേർട്സുകളുണ്ട് പല ഫീൽഡിൽ നിന്നുള്ളവര്, അവർക്കൊരു കൊടുക്കുക. കാരണം ഇവരുടെയൊക്കെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസിയിലൊക്കെ വരണം. ഇപ്പം ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, ഉടനെ ഇമ്മീഡിയറ്റ് ഉള്ള ടാസ്ക് ഫോഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലോബൽ ഒരു ടീം വേണം. അതില് ചെറിയൊരു പ്രശ്നമല്ല, ഹൈ ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ്, അത്രയ്ക്ക് തലയുള്ളവർ അതിൽ വരണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ആളുകളെയും കേൾക്കണം, സാധാരണക്കാരെയും കേൾക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഒറ്റ ബുദ്ധി പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇരുത്തി ചിന്തിക്കണം, ഭയങ്കരമായിട്ട് ഒരു പ്ലാനൊക്കെ റെഡിയാക്കണം. കേരളത്തിനെ കുറിച്ചുള്ള ജോണിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ പരമ്പരാഗത രീതികളൊക്കെ കൂടുതൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അത് പ്രിമിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. കാരണം മലയാളി എവിടെ ചെന്ന് കഴിഞ്ഞാലും അറിയപ്പെടുന്ന ഓരോ സംഭവങ്ങളുണ്ട് മലയാളികളുടെ. മലയാള ഭാഷയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓണമാണെങ്കിൽ പോലും. പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് വരുന്ന പിന്നെ ചെടികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓണസദ്യയില്. ഇന്നത്തെ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞാൽ മാറി. കാരണം സദ്യയിൽ ഇടാനുള്ള ചെടികളൊന്നും ഇല്ല, കുറെയൊക്കെ അന്യം നിന്ന് പോയി. ഇപ്പൊ ഇങ്ങനെ ഇപ്പം ഒരു കൾച്ചറൽ ലോസ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഈ പനനങ്ക് അല്ലെങ്കിൽ എന്നാ പനനൂറ്, പിന്നെ ഈന്തങ്കായ, അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ സർക്കാരിന് തന്നെ പ്ലാനുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ കൺട്രോൾ ചെയ്യാനോ ഈ സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ. അപ്പൊ അതിനൊരു കൾച്ചറൽ ഡൈനാമിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ടൂറിസം, പിന്നെ കൃഷി, പിന്നെ ആയുർവേദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഭാവിയുണ്ട്. കാരണം നമ്മുടെ കേരളത്തിന്റെ പരമ്പരാഗത രീതികളൊക്കെ തന്നെ ഇതില്ല. ഇതൊക്കെ പിന്നെയും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഒരു എഡ്യൂക്കേഷൻ, കാരണം ഇന്ത്യയിലെ തന്നെ ഒരു നല്ലൊരു വിദ്യാഭ്യാസം ഉള്ള, പിന്നെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് കേരളം. എന്തുകൊണ്ട് ഇവിടെ തന്നെ നല്ല യൂണിവേഴ്സിറ്റികൾ, പുറത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല കോഴ്സുകൾ ഉണ്ടാക്കിക്കൂടാ? എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഇതാണ്. ഫ്രീ ആയിട്ട് കൊടുത്താലും നഷ്ടമൊന്നുമില്ല. കാരണം ആളുകൾക്ക് വിവരം വെച്ചൊന്നും കൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള കഴിവ്,
കാരണം ഓരോ ഐഡിയോളജിക്കും ഒന്നും അടിമപ്പെട്ടു പോവാതെ തന്നെത്താൻ ചിന്തിക്കുക എന്നുള്ളൊരു രീതി. പിന്നെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മെയിൻ പ്രശ്നം ഏതാ? കാലാവസ്ഥാ വ്യതിയാനം. പിന്നെ ഒരു സാമൂഹ്യ അന്തരീക്ഷമൊക്കെ മാറി, ആളുകളൊക്കെ നാടുവിടുന്നു, പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നു. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. നമ്മളൊരു നല്ലൊരു പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അവിടെ ജീവിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന ബാക്കി 4 ഇല്ല. ടൂറിസം ഇല്ല, ആയുർവേദം ഇല്ല, കൾച്ചറും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊരു വലിയൊരു നേരിടുന്ന ഒരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു ഇത്ര ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, വലിയൊരു പ്രശ്നമാണ് കേരളത്തിനെ സംഭവിച്ചത്. ബാക്കിയുള്ള ഏരിയയെക്കാട്ടിലും കേരളത്തിലാണ് മെയിൻ പ്രശ്നം. കാരണം അത്രയ്ക്ക് സെൻസിറ്റീവാണ് കേരളത്തിന്റെ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഈ കാലാവസ്ഥയൊക്കെ. അതുപോലെ തന്നെ മാറ്റങ്ങൾ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നേക്കാം. വളരെ വളരെ നന്ദി ജോൺ പോൾ ജോസ് ഈ പോഡ്കാസ്റ്റിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. ജോൺ പോൾ ഈ ഭൂമിയോടും നമ്മുടെ ഭാവിയോടും കാണിക്കുന്ന ഈ പ്രതിബദ്ധതയ്ക്ക് ഡ്രീം മലയാളത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സംഭാഷണം യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. നമ്മുടെ ഒരു അതിഥിയെ വിളിച്ചതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ സംഭാഷണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ചർച്ച നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ വക നൽകി എന്ന് വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചും അതിനെ നേരിടാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ജോൺ പോൾ നൽകിയ കാഴ്ചപ്പാടുകൾ വളരെ വിലപ്പെട്ടതാകുന്നു. ഈ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ മറക്കല്ലേ. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.